ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോ ഒന്നുമല്ല. 2 ദിവസം മുന്നേ ഇവിടെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് ഇളനീരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളിട്ടതല്ല, നമ്മൾ പറഞ്ഞിടിയിപ്പിച്ചതാണ് അങ്ങനെയുള്ള തേങ്ങ. അപ്പോൾ ഇന്ന് നമുക്ക് ഇളനീർ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ ആദ്യം ഒരു പാത്രത്തിൽ തേങ്ങാ വെള്ളം എടുക്കുക, പിന്നെ കുറച്ച് ഇളനീര് മിക്സിയിലിട്ട് അടിക്കാനായിട്ട്, പിന്നെ കുറച്ച് ഇളനീരിൻ്റെ കഴമ്പ് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ഇടാനായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് കുറച്ച് മതി, ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് വെച്ച ഇളനീരും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഭയങ്കര ജ്യൂസി പോലെ ആക്കണ്ട, ഒന്ന് കുറുക്കിയെടുത്താൽ. പിന്നെ നമ്മൾ ആ ഒരു ഇളനീരിന്റെ വെള്ളത്തിലോട്ട് കുറച്ച് ചൈന ഗ്രാസ് ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചു കൊടുക്കുക. അത് മാത്രം പോരാ, നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ, നമുക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് ഇടാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ ഉമ്മാനോട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു പച്ചവെള്ളം പോലെ ആവും ആ ഒരു ചൈന ഗ്രാസ് വെള്ളത്തിൽ അലിഞ്ഞു വരുമ്പോൾ. അത് ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. പിന്നെ ഷെഫ് ഞാനല്ല, ഇമ്മയാണ് ആസ് യൂഷ്വൽ, അതങ്ങനെയാണല്ലോ. ഇളനീര്, ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ്, ഇതാണ് ഇതിലോട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ കോൺഫ്ലവറും വേണം. അതെന്തായാലും ഒരു സൈഡിൽ നമുക്ക് തിളച്ച് വരുന്നവരേക്കാം. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് പാലൊഴിക്കുക. പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ പാലിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുലുക്കിക്കാണ്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചിട്ട് അതിലോട്ട് പിന്നെ കോൺഫ്ലവർ എടുക്കുക. കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മറ്റേ നമ്മുടെ ചൈന ഗ്രാസും കൂടെ അവിടെ നമ്മൾ നോക്കണം, അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്തായാലും. ഇവിടെ നമ്മൾ ഈ ഒരു കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നമുക്കൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മുന്നേ വെച്ച ആ ഒരു മിക്സ് ഏകദേശം ഒരു വെള്ളം പോലെ ആവാറായിട്ടുണ്ട്. ആ ചൈന ഗ്രാസ് ഒരുമാതിരി പ്ലാസ്റ്റിക് പോലെയല്ലേ ഇരിക്കുന്നത്, അതൊന്ന് വെള്ളത്തിൽ അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒഴിച്ച് മാറ്റി വെച്ചാൽ മതി. ഇത് നമുക്ക് ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കട്ടയായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കത് കട്ടയായി കിട്ടും. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മിക്സ് എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചൈന ഗ്രാസും കൂടെ വേണം ആ ഒരു പാലിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. മുന്നേ ചെയ്ത പോലെ തന്നെ ചൈന ഗ്രാസും പച്ചവെള്ളം ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മഴയൊക്കെയാണ്, ജലദോഷമൊക്കെ വരുന്ന ടൈമാണ്. എന്നാലും എന്തോ ഞാനിപ്പോൾ മൂക്കടഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ ഇങ്ങനെയുള്ള തണുത്ത സാധനങ്ങളൊക്കെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് മുന്നേ ചെയ്ത പോലെ തന്നെ സ്റ്റൗവിലിട്ട് ഒന്ന് നന്നായിട്ട് പച്ചവെള്ളം ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മിക്സ്, ആ ഒരു പാലിൻ്റെ മിക്സിലോട്ട് നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കോൺഫ്ലോറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ കൂടെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. ലാസ്റ്റൊക്കെ ആയ സമയത്താണ് മിൽക്ക് മെയ്ഡ് ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പം തന്നെ കടയിൽ പോയി കണ്ട് ഷെമീമിനെ കൊണ്ട് മിൽക്ക് മെയ്ഡൊക്കെ മേടിച്ച് പിന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി നമ്മൾ കുറച്ച് മുന്നേ കുറച്ച് പഞ്ചസാര ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുന്നേ അടിച്ച് വെച്ചല്ല ആ ഒരു ടെൻഡറിൻ്റെ ആ ഒരു മിക്സ്, അതും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ രീതിയിലൊരു കുറുകുന്ന പരുവം വരെ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്ര രീതിയിൽ കുറുകൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ കുറുകുന്ന വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ മുന്നേ തിളപ്പിച്ച് വെച്ച ആ ഒരു ചൈന ഗ്രാസും വെള്ളമുള്ള മിക്സും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു പാല് തിളക്കുന്നവരെ നമ്മൾ ഒന്ന് സിമ്മിലിട്ടുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് കുറച്ച് കട്ടയായിട്ട് വരും. അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ക്യൂബ്സ് പെട്ടെന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂബ്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ അതൊരു ക്യൂബ് പോലെ തന്നെ കിട്ടുന്നുണ്ടാവും. അതല്ല, ഇങ്ങനെ കത്തി വെച്ചിട്ട് വരയുക, ഒരു സൈഡിൽ കൂടെ വരയുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരുമ്പോൾ നമ്മുടെ ക്യൂബെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് പിന്നെ എന്താ ചെയ്യുക, പിന്നെ ഒന്നുമില്ല, നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനല്ല, ഇമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ചെയ്യാൻ അത്ര ടൈം എടുക്കുന്ന സംഭവമൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ക്യൂബ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ക്യൂബ്സിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ത്വര എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് വാരി ക്യൂബ്സൊക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ലെനയൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓളെ കൈയാണ് സൈഡിൽ കൂടെ അവിടെ കാണുന്നത്.
ക്യൂബ്സ് എല്ലാം ഈ ട്രേയിലോട്ട് നിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ മാത്രമേ ഞങ്ങളിവിടെ ചെയ്യുന്നുള്ളൂ, നമുക്ക് ഒരുപാടൊന്നും മിക്സ് വരുന്നില്ലല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ മുന്നേ ചെയ്ത് വെച്ച മിക്സ് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം ആ ഒരു ക്യൂബ്സിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഓളോളോ ബൊമ്മയൊക്കെ കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്, ലെനയാണ്, അത് മൈൻഡ് ചെയ്യേണ്ട. ഏതായാലും ആ ഒരു മിക്സും കൂടെ നമ്മൾ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക, 2 ട്രേയിലും ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും നമുക്ക് പുഡിങ്ങിൻ്റെ ഒരു പണിയായിട്ട് വരുന്നുള്ളൂ. ശരിക്കും ഈ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും കടയിൽ കിട്ടുന്നതിനെക്കാട്ടിലും നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കാരണം കറക്റ്റ് ഒരു ഫ്ലേവറിൽ തന്നെ അത് വരുന്നുണ്ടല്ലോ. ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കേണ്ട, നോർമൽ തന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ പാത്രത്തിനെ അങ്ങ് നമ്മൾ വടിച്ചെടുക്കണം, എല്ലാം നമ്മൾ മുഴുവനായിട്ട് എടുക്കണം. ഒരു തുള്ളി പോലും നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. ഇതൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ മുന്നേ കുറച്ച് ടെൻഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഇതും കൂടെ ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഈ കറണ്ട് പോവുക വരിക, അതാണ് ഈ ലേറ്റ് ഇടക്ക് പോയി വന്നും കളിക്കുന്നത്. ഈ പുഡിങ് ഉണ്ടാക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടതായിരുന്നു, പക്ഷെ ഉണ്ടാക്കാനുള്ള മടി കാരണം അങ്ങനെ നിന്നപ്പോൾ ഈ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇമ്മ തുടങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ ഈ പുഡിംഗ് ഒന്ന് ഒഴിച്ച് സെറ്റാവുന്നതിൻ്റെ മുന്നേ തന്നെ ഓൻ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ പുഡിംഗ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഞങ്ങളിത് 1 മണിക്കൂർ പോലും സെറ്റാൻ വെച്ചിട്ടില്ല, കാരണം അത്രമാത്രം ഒന്നും ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് സെറ്റാകാൻ വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം തന്നെ എടുത്ത് ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനും വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ. ഏതായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടെൻഡറൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ എന്തൊക്കെയാണ് പറയുന്നത്, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.